ഉപസംവരണം നീതിയാണ്. സർക്കാർ നീതിക്കൊപ്പം നിൽക്കണം. ദളിത് സംഘടനകളുടെ ഉപസംവരണ അവകാശ പ്രഖ്യാപന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ആയിരക്കണക്കിന് പേർ അണിനിരന്നു. സുപ്രീം കോടതിയുടെ ഉപസംവരണ വിധി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉപസംവരണ അവകാശ സമിതി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് ദളിത് സംഘടനകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണമെന്നും ക്രിമിലിയർ വാദം തള്ളിക്കളയണമെന്നും സമിതി മാർച്ചിൽ ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. പട്ടികജാതി വർഗങ്ങളിലെ അതിദുർബലർക്ക് സംവരണാവകാശം നീതിയുക്തമായി വിതരണം ചെയ്യുന്നതിനുള്ള സുപ്രധാന ഇടപെടലാണ് സുപ്രീം കോടതി ഉപസംവരണ വിധിയിലൂടെ നടത്തിയിരിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ആദിതമിഴർ പേരവേ സ്ഥാപകൻ ആർ ആദിയമാൻ അഭിപ്രായപ്പെട്ടു. இதெல்லாம் அந்த பட்டியல் அவங்க எடுத்து யார் முன்னேறியவர்கள் யார் பின்தங்கியவர்கள் என்கிற ஒரு பட்டியலை எடுப்பார்கள். அந்த பட்டியல் இங்கே கேரள அரசுல மரியாதைக்குரிய சீஃப் மினிஸ்டர் தோழர் பினராயி விஜயன் அவர்கள் எடுக்கிறதுக்கு ஆணையிட வேண்டும். அதிகாரங்களை நாம் கேட்டு பெற வேண்டும். கேட்டால் இவர்கள் கொடுப்பார்களா என்றால் கொடுக்க மாட்டார்கள். தட்டுங்கள் திறக்கப்படும் என்றால் திறக்குமா கதவு? திறக்கவே திறக்காது. தட்டினா கதவு திறக்காது. அப்ப தட்டினால் கதவு திறக்கவில்லை என்றால் என்ன செய்ய வேண்டும்? திறக்காத கதவை அடித்து நொறுக்கி உள்ள போகணும். அதான் வழி. நீங்க வேடிக்கை பார்த்து கொண்டிருந்தா ஒண்ணுமே நடக்காது. தட்டினால் திறந்து விட்டால் உள்ளே போய் விடலாம். இவன் திறக்க மாட்டேங்கிறானே, என்ன செய்ய முடியும்? ഉപസംവരണ അവകാശ സമിതി ചെയർമാൻ കെ ജിൻഷു അധ്യക്ഷത വഹിച്ചു. പങ്കുവയ്ക്കലിലൂടെയാണ് സാഹോദര്യം വളരുന്നതെന്നും മറിച്ചുള്ള വാദങ്ങൾ ശരിയല്ലെന്നും ജിൻഷു അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ദളിതർ ആരാണ്, ദളിത് സാമുദായിക താല്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാരാണ് എന്ന് വളരെ കൃത്യമായി ചരിത്രപരമായി അടയാളപ്പെടുത്തുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ജാതിയിലേക്ക് മടങ്ങിപ്പോകുന്ന നേതൃത്വങ്ങളെ നമ്മൾ വിരൽ ചൂണ്ടേണ്ടതുണ്ട്. സമുദായമായി മാറിയിട്ടില്ലാത്ത ആളുകളെ, ജാതിയിലേക്ക് മടങ്ങിപ്പോയിട്ടുള്ള ഏത് യൂട്യൂബ് വിദഗ്ധരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏത് സൈദ്ധാന്തിക നേതൃത്വമായിക്കൊള്ളട്ടെ, നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. സഹോദരങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല, ദളിതർ വിഭജിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട്, കാപട്യം പറഞ്ഞുകൊണ്ട്, ക്രിമിലിയറിന്റെ കാപട്യം പറഞ്ഞുകൊണ്ട്, നുണ പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്കിടയിലെ സഹോദരങ്ങളെ വീണ്ടും പടുകുഴിയിലേക്ക് മാറ്റി തീർക്കുന്നതിന് വേണ്ടി സിദ്ധാന്തം ചമയ്ക്കുന്ന നേതാക്കന്മാർ നമുക്കിടയിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരെ ഗൗരവമായി നമ്മൾ കാണുകയും അവരെ സമുദായത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്യുന്ന ഒരു കടമ കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ദളിത് ക്രൈസ്തവർക്കുമെല്ലാം തുല്യമായിട്ടുള്ള അവരുടെ പങ്ക് സംവരണത്തിൽ ലഭ്യമാകുന്നുണ്ടെങ്കിൽ ഈ സമരമായിരിക്കില്ല കേരളത്തിൽ കാണാൻ പോകുന്നത്. സംവരണത്തിന് ഒരു പ്രശ്നം വന്നാൽ കേരളത്തിലെ അയിത്തജാതിക്കാർ മുഴുവൻ ഒന്നായി അണിനിരക്കുന്ന സമര പോരാട്ടങ്ങളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ആ സാഹോദര്യത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാ സഹോദരങ്ങളെയും ഒന്നിച്ചു ചേർത്ത് പിടിക്കുന്ന നിലയിലുള്ള സാഹോദര്യത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് നാളുകളിൽ സമുദായ ഐക്യത്തിന്റെ തലത്തിലേക്ക് വികസിക്കുന്ന നിലയിൽ നമ്മളുടെ ഈ കൂട്ടായ്മ വികസിപ്പിച്ചു പോകണം. സണ്ണി എം കവിക്കാടും ഗീതാനന്ദനും കെ എം വിജാഷനുമെല്ലാം ദളിത് സമുദായം വിഘടിക്കപ്പെടുമെന്ന് പറയുമ്പോൾ വിഘടിക്കുകയല്ല, ഞങ്ങൾ തുല്യമായി പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ സാഹോദര്യത്തോട് വീണ്ടും ചേരുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയണം. നമുക്ക് പുതിയ മാതൃകയാവാൻ കഴിയണം. ദളിത് ആദിവാസി സ്ത്രീ പൗരാവകാശ കൂട്ടായ്മ ജനറൽ കൺവീനർ CS മുരളി മുഖ്യപ്രഭാഷണം നടത്തി. വിവാഹ പങ്കാളിത്തത്തിലെ അന്തരം സൈദ്ധാന്തികമായി ന്യായീകരിക്കുന്നതിനു പകരം ഉപസംവരണം പോലുള്ള പ്രായോഗിക വശങ്ങൾ തേടുകയും നടപ്പാക്കുകയുമാണ് വേണ്ടതെന്ന് CS മുരളി പറഞ്ഞു. പരിശോധിക്കുമ്പോൾ MLA മാരുടെ എണ്ണം നോക്കുമ്പോൾ 37% അപ്പുറമാണ് ആളുകൾ.
അതുമാത്രമല്ല ഉദ്യോഗ സംവരണം നോക്കുകയാണെങ്കിൽ ആ ശതമാനക്കണക്കിനും അവർ മുന്നേറിയവരാ. അപ്പൊ ആ നിലയ്ക്ക് തങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അധികാരാവകാശങ്ങൾ കൈവിട്ടു പോകാൻ സഹായിക്കുന്ന തരത്തിലുള്ളതാണ്. ഇവിടെ സിദ്ധനർ സർവീസ് സൊസൈറ്റിയും കല്ലട നാരായണൻ MLA-യും അതുപോലെ തന്നെ ഭാർഗവി തങ്കപ്പനും അതുപോലെ ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജ്യേഷ്ഠ സഹോദരനടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രക്ഷോഭണത്തിന്റെ തുടർച്ചയിൽ ആ പ്രക്ഷോഭണങ്ങളെയും വാദങ്ങളെയും ഒക്കെ സുപ്രീം കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുകയാണ്. ഉപസംവരണം എതിർക്കുന്നവർ ദളിത് വംശഹത്യക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് അണ്ണാ-DHRM പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കൊല്ല അഭിപ്രായപ്പെട്ടു. 7 പതിറ്റാണ്ടിലധികമായി തുടരുന്ന സംവരണ വ്യവസ്ഥയിൽ ചില സമുദായങ്ങൾ എല്ലാ നിലയിലും ഏറെ പിന്നിലാണെന്നും ഇതിന് പരിഹാരം കാണാൻ ഉപസംവരണത്തിന് സാധിക്കുമെന്നും സജി കൊല്ലം പറഞ്ഞു. അണ്ണാ-DHRM പാർട്ടി എന്തുകൊണ്ടാണ് ഉപസംവരണ വിധി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യമായി ഒരു പ്രസ്താവന പത്രത്തിലൂടെ വിടാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിടയിൽ 2 പതിറ്റാണ്ട് കാലഘട്ടമായി ഈ ജനവിഭാഗത്തെ പൊതുസമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, ജനാധിപത്യപരമായി അധികാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒന്നാണ്, ഒരു സഹോദരങ്ങളാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആരാധ്യനും ബഹുമാന്യമായ ഞങ്ങളുടെ എല്ലാം വഴികാട്ടിയുമായ തത്വണ്ണന്റെ നാമധേയത്തിൽ ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. ഈ വിഭാഗങ്ങളിടയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഉപസംവരണം എന്ന് പറയുന്ന ഒരു അത്താണിയായിട്ട് ഒന്നുമില്ലാത്ത ജനവിഭാഗത്തിന് ഒരു പിടിവള്ളി എന്നോളം സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു പിടിവള്ളി എന്ന രീതിയിലാണ് ഉപസംവരണ വിധിയെ ആയിട്ട് സുപ്രീം കോടതി മുന്നോട്ട് വരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് അണ്ണാ-DHRM പാർട്ടി കേരളത്തിൽ ആദ്യമായി തന്നെ ഉപസംവരണ വിധി നടപ്പിലാക്കണം എന്ന സ്റ്റേറ്റ്മെന്റ് ആദ്യമായി കേരളത്തിൽ പറയാൻ ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. ഇത് നടപ്പിലാക്കേണ്ടത്, ഇത് പ്രാവർത്തികമാക്കേണ്ടത്, ഇത് നിയമമായി ഈ കേരളത്തിലെ ഒരു തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് മറ്റാരുമല്ല, ഇന്ന് കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ. ആ സർക്കാരിനോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ഇത്രയും സംസ്ഥാനങ്ങളിലെ അതിദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഉപസംവരണ വിധി വന്നപ്പോൾ ആദ്യം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വ തീരുമാനമെടുക്കുന്ന കേന്ദ്ര പോളിറ്റ് ബ്യൂറോ പുറപ്പെടുവിച്ച പ്രസ്താവന എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ ഉപസംവരണ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ, ഇന്ത്യയിലെ ലീഡിംഗ് ചെയ്യുന്ന പാർട്ടി അല്ലെങ്കിൽ പോലും ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന പാർട്ടി എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ കൂടി ആദ്യമായി ഉപസംവരണ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞ പ്രസ്താവന എന്ന് പറയുന്നത് ഈ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. തൊട്ടു പിന്നാലെ എനിക്ക് മുന്നേ പറഞ്ഞ CS മുരളി സാർ പറഞ്ഞതുപോലെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു തൊഴുത്തിലിട്ടാക്കുന്ന പോലെ ഇട്ടാക്കുന്ന PKSന്റെ നേതൃത്വത്തെ കൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നു, ഈ പറയുന്ന ഉപസംവരണ വിധി നടപ്പിലാക്കാൻ പറ്റുകയില്ല, ഞങ്ങൾ ശക്തമായി എതിർക്കുമെന്ന് പറഞ്ഞു. ഒന്ന് പോളിറ്റ് ബ്യൂറോ പറയുന്നു ഇത് സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ, പട്ടികജാതി വിഭാഗങ്ങളുടെ ഒരു കൂട്ടമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ PKSന്റെ നേതൃത്വത്തെ കൊണ്ട് പറഞ്ഞിരിക്കുന്നു ഇതിനെ ഞങ്ങൾ എതിർക്കുമെന്ന്. അപ്പോഴും ഒരു കാര്യം വ്യക്തമാണ്, ഇതുവരെയായിട്ടും ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഉപസംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ മിണ്ടാത്തതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. കാര്യം നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ആ ഓമന പേരിട്ട് വിളിച്ചിരിക്കുന്ന സവർണ സംവരണം നടപ്പിലാക്കിയപ്പോൾ കേവലം നിമിഷങ്ങൾ, മണിക്കൂറുകൾക്കകം കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലാണ് ആദ്യമായി സാമ്പത്തിക സംവരണം നടപ്പിലാക്കി. ഈ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഓരോ അധികാര മേഖലകളിലും ഇന്ന് മറ്റ് വിഭാഗത്തിലുള്ളവർ റിസർവേഷനിലൂടെ ജോലിക്ക് കയറിയിരിക്കുന്നു. പക്ഷെ മറ്റൊരു സ്റ്റേറ്റിലും നടപ്പിലാക്കിയിട്ടില്ല. ആദ്യം തന്നെ നടപ്പിലാക്കിയ പിണറായി സർക്കാർ എന്തുകൊണ്ടാണ് ഉപസംവരണ വിഷയത്തിൽ അവർ മുന്നോട്ട് വരാത്ത കാര്യം മറ്റൊന്നുമല്ല, ഈ കൂടിയിരിക്കുന്ന ആൾക്കാർ വലിയ വോട്ട് ബാങ്ക് ഒന്നുമല്ല. കേവലം തുച്ഛമായിട്ടുള്ള കോളനികളിൽ അതല്ലെങ്കിൽ റെയിൽവേ പുറംപോക്കുകളിൽ ചേരികളിൽ കിടക്കുന്ന വെറും ചെറിയ കൂട്ടങ്ങളായതുകൊണ്ട്
ഇവർക്കിത് നടപ്പിലാക്കി കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് ഒരു തരത്തിലേക്കുള്ള ഗുണവും കിട്ടില്ല എന്ന വ്യക്തമായ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെയായും ഉപസംവരണ വിഷയത്തിൽ ഒരു മറുപടി പറയാത്തത്. DSS കേരള സംസ്ഥാന ചെയർപേഴ്സൺ രേഷ്മ കരുവേടകം, അരുന്ധതിയാർ ചക്ലിയാർ സമുദായ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ S അറുമുഖം, ആദിവാസി സംരക്ഷണ സംഘം സംസ്ഥാന പ്രസിഡന്റ് മാരിയപ്പൻ നീലിപ്പാറ, സിദ്ധനാർ സർവീസ് സൊസൈറ്റി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വാര്യത്ത് പുരുഷോത്തമൻ, കള്ളാടി സമുദായ സേവന സംഘം സംസ്ഥാന പ്രസിഡന്റ് പ്രബീഷ് ബാലൻ, ദളിത് ഐക്യസമിതി സംസ്ഥാന സെക്രട്ടറി സജി പാമ്പാടി എന്നിവർ സംസാരിച്ചു. ബേഡർ ഗോത്ര മഹാസഭാ പ്രതിനിധി SK അനിസ്യ സ്വാഗതവും അണ്ണാടിയച്ചാറും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബൈജു പത്തനാപുരം നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പൊതുവിഷൻ.